നല്ലൊരു മിക്സർ ഗ്രൈൻഡർ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കാണാതെ പോകരുത്. ആറ്റംബർഗിന്റെ സെനോവ മിക്സർ ഗ്രൈൻഡറിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ്, സുജാതയ്ക്ക് ഉണ്ടല്ലോ ഇതുപോലൊക്കെയുള്ള മോഡലുകൾ, ഇതും തമ്മിൽ എന്താ മാറ്റം? ആ ചോദ്യം പലർക്കും ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇതേ പ്രൈസ് റേഞ്ച് വരുന്ന സുജാതയുടെ ഡൈനാമിക്സ് എന്ന മോഡലും ആറ്റംബർഗിന്റെ സെനോവ എന്ന മോഡലും വെച്ചിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം. അങ്ങനെ ആവുമ്പം ഈ രണ്ട് മോഡലും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്കും എനിക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ ഈ വീഡിയോ കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ നല്ലതെന്നുള്ളത്. ആദ്യം തന്നെ ഇതിന്റെ രണ്ടിന്റെയും പ്രൈസ് ഒന്ന് നോക്കാം. രണ്ടും തമ്മിൽ ഏകദേശം ഒരു 300 രൂപയുടെ മാറ്റമാണ് വരുന്നത്. ആറ്റംബർഗിന്റെ ഈ സെനോവയ്ക്ക് 6499 രൂപയും സുജാതയുടെ ഈ ഡൈനാമിക്സ് എന്ന ഈ മോഡലിന് 6140 രൂപയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള വില. ആ ഒരു മാറ്റത്തിന് കുറച്ചധികം സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. അത് വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. രണ്ടും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഈ കാണുന്ന പോലെയുള്ള ഒരു ബോക്സിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിൽ സെനോവയുടെ കൂടെ 4 ജാർസ് കിട്ടുന്നുണ്ട്, എന്നാൽ ഡൈനാമിക്സിന്റെ കൂടെ 3 ജാർസേ കിട്ടുന്നുള്ളൂ. ജാർസിന്റെ അളവിലും വ്യത്യാസമുണ്ട്. സെനോവയിൽ ചട്നി ജാറ് 0.5 ലിറ്റർ ആണ് വരുന്നത്, എന്നാൽ ഡൈനാമിക്സിൽ അത് 0.4 ലിറ്റർ ആണ് ഉള്ളത്. പിന്നെ രണ്ടിലും 1 ലിറ്ററിന്റെ ഡ്രൈ ഗ്രൈൻഡിംഗ് ജാറും 1.5 ലിറ്ററിന്റെ ലിക്വിഡൈസിംഗ് ജാറും ഒരുപോലെയാണ്. സെനോവയിൽ അഡീഷണൽ ആയിട്ട് 0.5 ലിറ്ററിന്റെ ചോപ്പർ ജാറും കൂടെ ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ട് പലതും നൈസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചോപ്പറിന്റെ ഉള്ളിലുള്ള ബ്ലേഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ബ്ലേഡ് രണ്ട് രീതിയിലും ഇതുപോലെ നമുക്ക് മാറ്റി ഉപയോഗിക്കാനും സാധിക്കും. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഫിസിക്കൽ ഓർവി നോക്കുകയാണെങ്കിൽ രണ്ടും ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. സെനോവയിൽ ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്, ഡൈനാമിക്സിൽ വൈറ്റ് കളർ മാത്രമാണ് ഉള്ളത്. രണ്ടിന്റെയും ഡിസൈൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആറ്റംബർഗിന്റെ ആണ്. അല്ലേ, കുറച്ച് ഫീച്ചറിസ്റ്റിക് ആയ കോമ്പാക്ട് ഡിസൈൻ ആണ് ഇതിനുള്ളത്. സുജാതയും മോശമൊന്നുമല്ല, പക്ഷെ നമ്മൾ പണ്ട് മുതലേ ആ ഒരു കണ്ട് ശീലിച്ച ഒരു ഡിസൈൻ ആയിട്ട് തോന്നി. ആറ്റംബർഗിന്റെ എല്ലാ ജാർസിനും ഇതുപോലെ ലിഡ് ലോക്ക് തന്നിട്ടുണ്ട്, എന്നാൽ സുജാതയിൽ 2 ജാർസിന് മാത്രമാണ് ഇങ്ങനെ ലോക്ക് ഉള്ളത്. ഇങ്ങനെയുള്ള ലോക്ക് ഉണ്ടായുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആറ്റംബർഗിന്റെ എല്ലാ ജാർസിനും ഇതുപോലെ മുകളിലായിട്ട് ഒരു ചെറിയ അടപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് സുഖമായിട്ട് സാധനങ്ങളൊക്കെ ഇടാൻ സാധിക്കും. സുജാതയിൽ 1 ജാർസിന് മാത്രമാണ് ഇതുപോലൊരു അടപ്പ് തന്നിട്ടുള്ളത്. ഇനി രണ്ടിന്റെയും മോട്ടർ നോക്കുകയാണെങ്കിൽ ആറ്റംബർഗിന്റെ സെനോവയിൽ 550 വാട്ട്സിന്റെ BLDC മോട്ടറും സുജാതയിൽ 900 വാട്ട്സിന്റെ യൂണിവേഴ്സൽ മോട്ടറും ആണ് വരുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇലക്ട്രിസിറ്റി എടുക്കുന്നതിൽ ഇത് തമ്മിൽ എത്രത്തോളം മാറ്റമുണ്ടെന്നുള്ളത്. BLDC ആണെങ്കിൽ വർഷത്തിൽ നല്ലൊരു എമൗണ്ട് കറണ്ടിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. 18,000 RPM സെനോവയ്ക്കും 22,000 RPM ഡൈനാമിക്സിനുണ്ട്. സുജാതയ്ക്ക് ഇത് കൂടാൻ കാരണം അതിനനുസരിച്ചുള്ള പവർ മോട്ടർ എടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ പെട്ടെന്ന് ഗ്രൈൻഡിങ് ചെയ്ത് കിട്ടുകയും ചെയ്യും. BLDC ആയതുകൊണ്ട് തന്നെ സെനോവയിൽ 45 മിനിറ്റ്സും എന്നാൽ ഡൈനാമിക്സിൽ 90 മിനിറ്റ്സും കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൈൻഡിങ് ചെയ്യാം. രണ്ടിലും ഹെവി ഡ്യൂട്ടി സാധനങ്ങൾ ഗ്രൈൻഡിങ് ചെയ്യാൻ പറ്റും. കുറച്ച് ക്വാണ്ടിറ്റി സ്പൈസസ് വരെ ഇതിൽ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഹെവി ഡ്യൂട്ടി ഓർ ടഫ് ആയിട്ടുള്ള ഗ്രൈൻഡിങ് ചെയ്യാം, ലൈക്ക് മഞ്ഞൾ പോലെ. ആറ്റംബർഗിൽ ഇതുപോലെ ടഫ് ആയിട്ടുള്ള എന്ത് സാധനമാണെങ്കിലും ഗ്രൈൻഡ് ചെയ്യാം. പക്ഷെ ഗ്രൈൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ പൾസ് മോഡ് ഒരു 3 to 4 ടൈംസ് ഒക്കെ ഇതേപോലെ തന്നെ പ്രസ് ചെയ്യുക എടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇതുപോലുള്ള ഹെവി അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ സെനോവ വാങ്ങിക്കുന്നവര് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഗ്രൈൻഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 2 മിക്സർ ഗ്രൈൻഡറിലും സൗണ്ട് ഒക്കെ സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നും തോന്നി. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൺട്രോളിംഗ് വരുന്നത് രണ്ടും 3 ലെവൽ സ്പീഡ് വരെയാണുള്ളത്. വർക്കൊക്കെ സെയിം തന്നെയാണ്. എന്തരച്ചാലും നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുന്നുണ്ട്. എന്നാൽ ആറ്റംബർഗിൽ കോസ് മോഡ് എന്ന അഡീഷണൽ ഒരു മോഡും കൂടെ വരുന്നുണ്ട്. ഈ മോഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ കോസ് ടച്ചർ ഗ്രൈൻഡിങ് ചെയ്യാം. അതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി കിട്ടും നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഡിഷിന്. മാത്രമല്ല ടേസ്റ്റിനും മാറ്റം ഉണ്ടാകും. ഈ മോഡ് ഉപയോഗിച്ച് ചട്നി, ഡിപ്പ്, ജ്യൂസി കോക്കനട്ട് അങ്ങനെ പലതും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഈ സെനോവയുടെ കൂടെ കിട്ടുന്ന ഈ ചോപ്പറും കോസ്മോഡൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ വെജിറ്റബിൾസും മറ്റുള്ളൊക്കെ സാധനങ്ങൾ അരിഞ്ഞെടുക്കാനും പറ്റും. ഈ മോഡൊന്നും സുജാതയിൽ തന്നിട്ടില്ല. ഈ 2 മിക്സർ ഗ്രൈൻഡറിലും പെട്ടെന്ന് നമുക്ക് മാക്സിമം സ്പീഡിലേക്ക് ഒന്ന് പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആറ്റംബർഗിലാണെന്നുണ്ടെങ്കിൽ പൾസ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇനി സുജാതയിലാണെങ്കിൽ വിപ്പർ ബട്ടൺ ആണ് തന്നിട്ടുള്ളത്. രണ്ടിനും ഒരേ ഉപയോഗം തന്നെയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് പല രീതിയിൽ സാധനങ്ങൾ ഗ്രൈൻഡിങ് ചെയ്യാം. ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ സാധാരണ മിക്സർ ഗ്രൈൻഡർ കാണാത്ത ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ആറ്റംബർഗിൽ തന്നിട്ടുണ്ട്. എല്ലാം അറിയാനായിട്ട് LED ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അതും നല്ല സ്റ്റൈൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇതുപോലെ ജാർ വെച്ച് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യുള്ളൂ. ജാർ വെച്ച് തിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു സൗണ്ടും കേൾക്കാം. അതിനുശേഷം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഓവർലോഡോ ഹീറ്റോ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ റെഡ് കളറിൽ ഇങ്ങനെ കാണിക്കും. പിന്നെ ഏത് സ്പീഡിലാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇതേപോലെ ബ്ലൂ ലൈറ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നും സുജാതയുടെ ഡൈനാമിക്സ് എന്ന ഈ ഒരു മോഡലിൽ
തന്നിട്ടില്ല. ഇതുപോലുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായാൽ നല്ലതാണ്. ബിക്കോസ് കുറച്ചുകൂടെ കാലം മിക്സർ ഗ്രൈൻഡർ ലൈഫ് കിട്ടും, മാത്രമല്ല നമുക്കും സേഫ് ആണ്. ഇതിന്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ ആറ്റംബർഗിന്റെ 3 ഇയേഴ്സും സുജാതയുടെ 2 ഇയേഴ്സ് വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കണ്ടല്ലോ, രണ്ടും മോശമൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഇതിന്റെ ഏകദേശം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ബെസ്റ്റ് എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ്റംബർഗിന് കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് ഇതൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് ഏതാണ് നല്ലതെന്ന് നോക്കിയതിന് ശേഷം വാങ്ങിക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതാണ് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എന്നുള്ളതും നിങ്ങളുടെ ഒരു അഭിപ്രായം, അതുണ്ടെങ്കിൽ ഇതായിരുന്നു, ഇതുണ്ടെങ്കിൽ അതായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.